നമസ്കാരം. പാസ്റ്റർ ജോൺ കോടിയലിൻ്റെ ചില പഠനങ്ങളുണ്ട്. ഇക്വിപ്പ് ഫോർ സ്പിരിച്വൽ വിക്ടറി, പിന്നെ ദ റിയാലിറ്റി ഓഫ് സ്പിരിച്വൽ വാർഫെയർ ആൻഡ് വിക്ടറി. ഇവയെ അടിസ്ഥാനമാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില പോരാട്ടങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലൊന്ന് സംസാരിക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. നമസ്കാരം. നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണല്ലോ എന്ന്? പലർക്കും തോന്നാറുണ്ട്. ഇത് വെറും സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം മാത്രമായിരിക്കുമോ, അതോ നമ്മൾ ഈ കാണുന്നതിനപ്പുറം വേറെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഇതിന് പിന്നിലുണ്ടോ? ഒരു വാക്യമുണ്ട്, യോഹന്നാൻ 10:10. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അവിടെ പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമല്ലാതെ കള്ളൻ വരില്ല എന്ന്, പക്ഷേ ജീവനും സമൃദ്ധിയും നൽകാനാണ് ഞാൻ വന്നതെന്ന് യേശു പറയുന്നു. അപ്പോൾ ആരാണ് ഈ കള്ളൻ? എന്താണ് അവൻ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? അതൊരു വളരെ നല്ല തുടക്കമാണ്. കാരണം ഈ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു അടിസ്ഥാന ചിന്തയുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഈ പോരാട്ടങ്ങൾ ഇതിന് പലപ്പോഴും ഒരു ഭൗതിക തലം മാത്രമല്ല ഉള്ളത്. അതിനൊരു ആത്മീയ മാനം കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എഫേസ്യർ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ യുദ്ധം അത് യഥാർത്ഥത്തിലും മനുഷ്യരോടോ അല്ലെങ്കിൽ ഈ കാണുന്ന സാഹചര്യങ്ങളോടോ അല്ല, മറിച്ച് കാണാൻ പറ്റാത്ത ചില ആത്മീയ ശക്തികളോടാണ്. അതിന് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ, പിന്നെ സ്വർഗീയ ഇടങ്ങളിലെ ദുഷ്ടാത്മസേന എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ശരിയാണ്. അപ്പൊ ഈ ഒരു ആത്മീയ പോരാട്ടത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതിലെങ്ങനെ വിജയം നേടാം, അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായും നോക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നതിനപ്പുറം ഒരു അദൃശ്യ തലം കൂടി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണോ? അതെ. അതായത് ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം, അല്ലെങ്കിൽ ബന്ധങ്ങളിലെ ചില തകർച്ചകൾ, ഇതൊന്നും വെറും ഭൗതിക കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്. സാധ്യതയുണ്ട്. എല്ലാത്തിനും കാരണം അതാണെന്ന് പറയുന്നില്ല, പക്ഷേ ഈ ഒരു തലം കൂടിയുണ്ട്. 1 തിമോഥെയോസ് 6:12 പറയുന്നുണ്ടല്ലോ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക എന്ന്. അപ്പോൾ ഇതിനർത്ഥം ഇതൊരു ഓപ്ഷണൽ കാര്യമല്ല, മറിച്ച് വിശ്വാസ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണെന്നാണോ? തീർച്ചയായും. ഈ പഠനങ്ങളുടെ കാതൽ അതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ആത്മീയ പോരാട്ടത്തിന്റെ നടുവിലാണ് സത്യത്തിൽ ഓരോ വിശ്വാസിയും ജീവിക്കുന്നത്. ശരി. ഈ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? ശത്രുവിനെ തിരിച്ചറിയണം. ശരിയാണ്. യുദ്ധത്തിൽ ശത്രുവിനെ അറിയണമല്ലോ. അതെ, ശത്രുവിനെ അറിയാതെ ജയിക്കാൻ പറ്റില്ല. 1 പത്രോസ് 5:8 വളരെ വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അലരുന്ന സിംഹം. അതെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവനെ അലറുന്ന സിംഹം എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ശരിക്കും ശക്തിയുള്ള സിംഹം എന്നല്ല. വെളിപ്പാട് പുസ്തകത്തിലാണെങ്കിൽ അവനെ പഴയ പാമ്പ്, സാത്താൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. യോഹന്നാൻ 8:44 അനുസരിച്ചു നോക്കിയാൽ അവൻ കള്ളനാണ്, ഭോഷ്കിന്റെ അപ്പനാണ്, ആദ്യം മുതൽ കൊലപാതകനുമാണ്. അപ്പോൾ അവന്റെ ലക്ഷ്യം എപ്പോഴും നാശമാണ്. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ശത്രു എന്ന് പറയുന്നത് വെറുമൊരു തിന്മയുടെ ശക്തി എന്നതിനപ്പുറം വ്യക്തിപരമായി നമ്മളെ ലക്ഷ്യം വെക്കുന്ന, തന്ത്രങ്ങൾ മെനയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന ചിന്ത, അത് ചിലപ്പോൾ നമ്മളെ കുറച്ചൊന്ന് അസ്വസ്ഥരാക്കിയേക്കാം, അല്ലേ? ശരിയാണ്. ഒരു യുദ്ധതന്ത്രകൻ എങ്ങനെയാണോ കണക്കുകൂട്ടി നീങ്ങുന്നത്, അതുപോലെ സാത്താൻ ഓരോ വിശ്വാസിക്കെതിരെയും പ്രത്യേക പ്ലാനുകൾ ഇടുന്നു എന്ന് ഈ പഠനങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക? തീർച്ചയായും ബാധിക്കും. ഒരുപക്ഷേ നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളില്ലേ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന് കരുതുന്നത്, അതിനെയൊക്കെ പുതിയൊരു ഗൗരവത്തോടെ കാണാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കില്ലേ? തീർച്ചയായും. ആ ഒരു തിരിച്ചറിവ്, അത് തന്നെയാണ് ആദ്യത്തെ പ്രതിരോധം എന്ന് പറയാം. ശത്രുവിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു തന്ത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ജാഗരൂകരാവും. ശരിയാണ്. അവന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയാൽ അവനെ പ്രതിരോധിക്കാൻ നമ്മൾ കുറച്ചുകൂടി സജ്ജരാകും. ഇനി അവന്റെ തന്ത്രങ്ങളിലേക്ക് വരാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, യോഹന്നാൻ 10:10. ലക്ഷ്യം വളരെ ക്ലിയർ ആണ്: മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. അതെ. ഇത് നമ്മുടെ വസ്തുവകകൾ മാത്രമല്ലല്ലോ ലക്ഷ്യം. അല്ല. അതിനപ്പുറം ഒരുപക്ഷെ നിങ്ങളുടെ സന്തോഷം, സമാധാനം, ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, ദൈവവുമായുള്ള നിങ്ങളുടെ അടുപ്പം, നിങ്ങളുടെ ശുശ്രൂഷ, സ്വപ്നങ്ങൾ, ഇങ്ങനെ വിലപ്പെട്ടതെന്തും അവന്റെ ടാർഗറ്റ് ആടാം. അതെ. ഈ പഠനങ്ങളിൽ മർക്കോസ് 4 ഒരു സംഭവം എടുത്തു പറയുന്നുണ്ട്. യേശു കടലിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നത്. അതൊരു സാധാരണ പ്രകൃതിക്ഷോഭം മാത്രമായിരുന്നോ, അതോ യേശു ശരിക്കും ശാന്തമാക്കിയത്
ആ കാറ്റിനും കടലിനും പിന്നിലുണ്ടായിരുന്ന ഒരു അദൃശ്യ ശക്തിയെ കൂടിയാണോ? അതൊരു നല്ല പോയിന്റാണ്. അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിലെ ചില കൊടുങ്കാറ്റുകൾക്ക് പിന്നിലും ഒരുപക്ഷേ ഇങ്ങനെ ഒരു ഇടപെടലുണ്ടാകാം. ശരിയാണ്. ഇവിടെയാണ് നമ്മൾ അവന്റെ പ്രധാനപ്പെട്ട ആയുധം എന്താണെന്ന് തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ഭീകരമായ ശക്തി പ്രകടനങ്ങളൊന്നുമല്ല. അല്ലേ? മറിച്ച് വഞ്ചനയും അറിവില്ലായ്മയുമാണ് അവന്റെ പ്രധാന ആയുധങ്ങൾ. ഹോശേയ 4:6 പറയുന്ന ഒരു വാക്യമുണ്ട്, അത് വളരെ പ്രസക്തമാണിവിടെ. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ലായക. അതെ, അതായത് സത്യം അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ കാരണം നമ്മൾ സ്വയം പരാജയത്തിന് വിട്ടുകൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ അലറുന്ന സിംഹം എന്ന പ്രയോഗമില്ലേ, അത് ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ്. ശരിയാണ്. എന്നാൽ ഈ പഠനങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവന്റെ ഗർജനം ഒരു ഭീഷണിയൊക്കെ ആണെങ്കിലും അവന്റെ യഥാർത്ഥ അവസ്ഥ പല്ലില്ലാത്ത സിംഹത്തെ പോലെയാണ്. അവന്റെ ശക്തി യഥാർത്ഥമല്ല, അതൊരു ബ്ലഫാണ്. നിങ്ങളുടേതായ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശങ്ങളും അനുഗ്രഹങ്ങളുമുണ്ടല്ലോ, അതൊക്കെ തന്ത്രപൂർവം നിങ്ങളെക്കൊണ്ട് തന്നെ വേണ്ടെന്ന് വെപ്പിക്കുന്ന അല്ലെങ്കിൽ കൈവിട്ട് കളയിക്കുന്ന ഒരു തട്ടിപ്പുകാരനെ പോലെ, കോൺമാൻ. അങ്ങനെയാണ് അവൻ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ ബ്ലഫ്, തട്ടിപ്പുകാരൻ എന്നൊക്കെയുള്ള പ്രയോഗം കേൾക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവുന്നുണ്ട്. ശത്രുവിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിരാശയോ ഭയമോ തോന്നാം. സ്വാഭാവികം. എന്നാൽ ഇവിടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ കാതൽ വരുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ശത്രുവിൻ്റെ കഴിവിനെക്കുറിച്ചല്ല, മറിച്ച് ക്രിസ്തു നേടിയ ആ വിജയത്തെക്കുറിച്ചാണ്. കൊലസ്യർ 2:15 പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, അതായത് നിരായുധരാക്കി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതെ, അതൊരു നിർണായകമായ വിജയമാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ആയുധവർഗം വെപ്പിച്ചു, പരസ്യമായ കാഴ്ചയാക്കി. ക്രിസ്തു സാത്താന്റെ അധികാരത്തെയും അവന്റെ ആയുധങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കി. അവനെ നിരായുധനും ശക്തിഹീനനുമാക്കി. ഇതൊരു രഹസ്യ പോരാട്ടമായിരുന്നില്ല. ലോകം മുഴുവൻ കാണുകെ നിയമപരമായി നേടിയ ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നു അത്. ശരി. ക്രൂശിലെ മരണം എന്നത് കേവലം പാപപരിഹാര ശുശ്രൂഷ മാത്രമായിരുന്നില്ല. അതോടൊപ്പം നടന്ന ഒരു വലിയ ആത്മീയ യുദ്ധത്തില് ഒരു ഫൈനൽ വിക്ടറി ആയിരുന്നു അത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക ഫലം എന്താണെന്ന് വെച്ചാൽ, ശത്രുവിന്റെ ഭീഷണികൾക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ യാതൊരു അധികാരവും ഇല്ല എന്നതാണ്. അവന്റെ ശക്തി എന്നത് ഇപ്പോൾ ഒരു മിഥ്യാബോധം മാത്രമാണ്. ഒരു വഞ്ചനയിലൂടെയും ഭയപ്പെടുത്തലിലൂടെയും നിലനിർത്താൻ ശ്രമിക്കുന്ന ഒന്നു. യുദ്ധം യഥാർത്ഥത്തിൽ ജയിച്ചു കഴിഞ്ഞു. അത് കേൾക്കാൻ തന്നെ ഒരു ആശ്വാസമുണ്ട്. അങ്ങനെയെങ്കിൽ ആ വിജയത്തിൽ നമുക്കുള്ള പങ്ക് എന്താണ്? നമ്മൾ വെറുതെ ഈ വിജയം കണ്ട് കൈയടിച്ച് തുറന്നു നിൽക്കേണ്ടവരാണോ? അതോ ഈ വിജയത്തിൽ നമുക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നല്ല ചോദ്യം. ലൂക്കോസ് 10:19 യേശു തൻ്റെ ശിഷ്യന്മാരോട്, അതായത് ഒരു തരത്തിൽ നമ്മളോടും പറയുന്നത് വളരെ ശക്തമായൊരു കാര്യമാണ്. ഇതാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ഇത് ചെറിയൊരു കാര്യമല്ലല്ലോ. ശത്രുവിൻ്റെ സകല ബലത്തിന്മേലുമുള്ള അധികാരമാണ് ഇവിടെ പറയുന്നത്. അതെ, ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട സത്യം. വിശ്വാസികളായ നിങ്ങൾ വെറും ഇരകളല്ല, മറിച്ച് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അധികാരത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ്. ഇത് നമ്മുടെ സ്വന്തം കഴിവോ ശക്തിയോ അല്ല, മറിച്ച് ക്രിസ്തു നമുക്ക് നൽകിയ ഒരു നിയമപരമായ സ്ഥാനവും അവകാശവുമാണ്. മത്തായി 28 യേശു പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. സകല അധികാരവും. ശ്രദ്ധിച്ചോ? ക്രിസ്തുവിനാണ് സകല അധികാരവും. ആ അധികാരത്തിന്റെ പിൻബലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ യാചിച്ച് നേടേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നുകൊണ്ട് ധൈര്യപൂർവ്വം ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഒരു പോലീസ് ഓഫീസർക്ക് സ്വന്തമായ അധികാരമില്ലല്ലോ. ഇല്ല. എന്നാൽ ആ യൂണിഫോമിൽ സ്റ്റേറ്റ് നൽകുന്ന അധികാരത്തിൽ പ്രവർത്തിക്കുന്നത് പോലെയാണിത്. മർക്കോസ് 16 അനുസരിച്ച് നോക്കിയാൽ, ഈ അധികാരത്തിൽ വിശ്വസിക്കുന്നവർ പിശാചുക്കളെ പുറത്താക്കും, മറ്റടയാളങ്ങൾ പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ നമ്മൾ ഇരകളല്ല, ക്രിസ്തുവിന്റെ വിജയത്തിൽ പങ്കാളികളായ അധികാരം ലഭിച്ച പടയാളികളാണ്. പക്ഷേ ഒരു ചോദ്യം വരുന്നുണ്ട്.
ഈ അധികാരം ഉണ്ട് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം കാണാത്തത്? ഒരുപാട് പേർ ഇപ്പോഴും പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ ഒരു അടിമകളെ പോലെ ജീവിക്കുന്നുണ്ടല്ലോ. ശരിയാണ്. ഈ പഠനം അതിനെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അതായത് കേവലം അധികാരമുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണോ? അതൊരു വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. അധികാരം ഉണ്ട് എന്നത് ഒരു നിയമപരമായ സത്യമാണ്. എന്നാൽ ആ അധികാരം ഉപയോഗിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവും അത് പ്രയോഗിക്കാനുള്ള വിശ്വാസവും ആവശ്യമാണ്. അറിവും വിശ്വാസവും. അതെ. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ഹോശേയ 4:6 വീണ്ടും പ്രസക്തമാകുന്നത്. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഒന്നുകിൽ അധികാരമുണ്ട് എന്നറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്തതുകൊണ്ട്, അതുമല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഒരു ധൈര്യമില്ലാത്തതുകൊണ്ട്. ഇതൊക്കെ ആകാം പലരും പരാജയപ്പെടാൻ കാരണം. ശരി. അതോടൊപ്പം ഈ അധികാരം ശരിയായി ഉപയോഗിക്കണമെങ്കിൽ അതിന് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. വെറും കൈയോടെ യുദ്ധത്തിന് പോകാൻ പറ്റില്ലല്ലോ. ശരിയാണ്. അവിടെയാണ് എഫേസ്യർ 6 പറയുന്ന ആ ദൈവത്തിന്റെ സർവായുധ വർഗം പ്രസക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും. ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും നിങ്ങൾക്ക് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചോൾവിൻ എന്ന് പറയുന്നു. ഇതൊരു കവിതയോ ഉപമയോ മാത്രമാണോ? അതോ ഇതിന് നല്ല പ്രായോഗികമായ അർത്ഥങ്ങളുണ്ടോ? ഇത് വെറും ഒരു ആറുംകാലിക പ്രയോഗമല്ല, മറിച്ച് ആത്മീയ പോരാട്ടത്തിനുള്ള ഏറ്റവും പ്രായോഗികമായ തയ്യാറെടുപ്പാണ്. ഓരോ ആയുധവും ശ്രദ്ധിച്ചാൽ അത് ശത്രുവിൻ്റെ പ്രത്യേക തന്ത്രങ്ങളെ നേരിടാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓഹോ. നമുക്ക് നോക്കാം ചുരുക്കത്തിൽ. 1. സത്യം കൊണ്ടുള്ള അരക്കെട്ട്. എന്താണിത്? നുണകളാണ് ശത്രുവിൻ്റെ പ്രധാന ആയുധം എന്ന് നമ്മൾ പറഞ്ഞു. അതെ. ദൈവവചനമാകുന്ന സത്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ ആ നുണകളെ നമുക്ക് തിരിച്ചറിയാനും തള്ളിക്കളയാനും പറ്റും. ശരി. 2. നീതി എന്ന കവചം. ഇത് നമ്മുടെ ഹൃദയത്തെ, അതായത് നമ്മുടെ വികാരങ്ങളെ, മനസ്സാക്ഷിയെയൊക്കെ ശത്രുവിൻ്റെ കുറ്റപ്പെടുത്തലുകളിൽ നിന്നും ഭയത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച നീതിയാണ് ഈ കവചം. ഹൃദയത്തെ സംരക്ഷിക്കാൻ. അതെ. 3. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കമെന്ന ചെരുപ്പ്. ഏത് സാഹചര്യത്തിലും ആ സുവിശേഷ സത്യത്തിൽ സ്ഥിരതയോടെ നിൽക്കാനും മുന്നോട്ടു പോകാനുമുള്ള ധൈര്യവും സന്നദ്ധതയുമാണ് ഇത് നൽകുന്നത്. നമ്മളെ വീഴാതെ ഉറപ്പിച്ചു നിർത്തുന്നു. 4. വിശ്വാസമെന്ന പരിച. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശത്രു അയക്കുന്ന സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും നിരാശയുടെയും ഒക്കെ തീയസ്ത്രങ്ങളെ കെടുത്താൻ ഇത് അനിവാര്യമാണ്. വിശ്വാസം ഈ ആക്രമണങ്ങളെ നിർവീര്യമാക്കുന്നു. തീയസ്ത്രങ്ങളെ കെടുത്താൻ. അതെ. 5. രക്ഷ എന്ന ശിരസ്ത്രം. ഇത് നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുന്നു. കാരണം ശത്രു പ്രധാനമായും ആക്രമിക്കുന്നത് നമ്മുടെ ചിന്തകളെയാണ്. ശരിയാണ്. രക്ഷയുടെ ഉറപ്പും പ്രത്യാശയും നമ്മുടെ മനസ്സിനെ കാക്കുന്നു. 6. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. ഈ ആയുധശേഖരത്തിൽ പ്രതിരോധത്തിനും അതേസമയം ആക്രമണത്തിനും ഉപയോഗിക്കാവുന്ന ഒരേ ഒരു ആയുധം ഇതാണ്, വാൾ. അതെ. ദൈവവചനം ഉപയോഗിച്ച് നുണകളെ മുറിച്ചു മാറ്റാനും ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നേരിടാനും നമുക്ക് കഴിയും. ഈ ഓരോ കവചവും ധരിക്കുന്നത് എന്നത് ഒരു ബോധപൂർവമായ ദിവസേനയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് ശത്രുവിൻ്റെ ആ പ്രവചിക്കാവുന്ന തന്ത്രങ്ങൾക്കെതിരെയുള്ള നമ്മുടെ ഒരു മുൻകരുതലാണ്. ഈ സർവായുധവർഗം ധരിച്ചു, ക്രിസ്തു നൽകിയ അധികാരവുമുണ്ട്. ഇനി എങ്ങനെയാണ് ഈ പോരാട്ടം പ്രായോഗികമായി നടത്തേണ്ടത്? വെറുതെ ഈ ആയുധമൊക്കെ ധരിച്ച് മിണ്ടാതിരുന്നാൽ മതിയോ? പോരാ. യാക്കോബ് 4:7 ഇതിന് വളരെ വ്യക്തമായ ഒരു മറുപടി നൽകുന്നുണ്ടല്ലോ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നുന്നു. പക്ഷെ അത്ര എളുപ്പമാണോ ഇത്? ലളിതമാണ്, പക്ഷേ അതിൻ്റെ ആ ക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ശ്രദ്ധിച്ചോ? 1. ദൈവത്തിന് കീഴടങ്ങുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ സ്വന്തം ശക്തിയിലോ ബുദ്ധിയിലോ ആശ്രയിക്കാതെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. ശരി. അവൻ്റെ അധികാരത്തിന് കീഴിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ശത്രുവിനെതിരെ നിൽക്കാൻ യഥാർത്ഥ ശക്തി കിട്ടുന്നത്.
ഓക്കെ, അതാണ് ആദ്യം. എതിർത്ത് നിൽക്കുക. ദൈവത്തിന് കീഴടങ്ങിയ ശേഷം ക്രിസ്തുവിൻ്റെ നാമത്തിലും അവൻ നൽകിയ അധികാരത്തിലും നിന്നുകൊണ്ട് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെയും അവൻ്റെ നുണകളെയും ധൈര്യപൂർവം എതിർക്കുക. ഇത് വെറുമൊരു മാനസിക ചിന്തയല്ല, അല്ല, വാക്കുകളിലൂടെയും വിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനങ്ങളിലൂടെയുമുള്ള ഒരു സജീവമായ ചെറുത്തുനിൽപ്പാണ്. ശരി. മൂന്നാമത്തെ കാര്യം അതിൻ്റെ ഫലമാണ്. അവൻ ഓടിപ്പോകും, ഇത് ഉറപ്പാണ്. കാരണം ക്രിസ്തു നേടിയ വിജയം കാരണം ദൈവത്തിന് കീഴടങ്ങി അവൻ്റെ അധികാരത്തിൽ എതിർത്തു നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവന് നിയമപരമായി കഴിയില്ല. അപ്പൊ ഇവിടുത്തെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമല്ല, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെയും അവനോടുള്ള വിധേയത്വത്തിലൂടെയും ക്രിസ്തുവിന്റെ വിജയം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതാണ്. ഈ ശത്രു മോഷ്ടിച്ച കാര്യങ്ങൾ തിരികെ പിടിക്കുന്നതിനെക്കുറിച്ചും ഈ പഠനങ്ങളിൽ പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? 1 ശമൂവേൽ 30 ഒരു സംഭവമുണ്ട്. ദാവീദിന്റെയും കൂട്ടരുടെയും ഭാര്യമാരെയും മക്കളെയും സമ്പത്തുമെല്ലാം അമാലേക്കർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. അതെ, എല്ലാവരും കരയുകയാണ്, തളരുകയാണ്. പക്ഷെ ദാവീദ് ദൈവത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തോട് ചോദിച്ച് അവരെ പിന്തുടർന്ന് എല്ലാം തിരികെ പിടിക്കുന്നു. ഇതൊരു നല്ല ഉദാഹരണമല്ലേ? തീർച്ചയായും അതൊരു മികച്ച ഉദാഹരണമാണ്. അതുപോലെ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതൊരു പക്ഷേ നിങ്ങളുടെ നഷ്ടപ്പെട്ട സമാധാനമോ സന്തോഷമോ ആരോഗ്യമോ ആകാം, തകർന്നുപോയ ബന്ധങ്ങളോ സാമ്പത്തിക ഭദ്രതയോ ആകാം. എന്താണോ അത്, അവയെ ക്രിസ്തുവിന്റെ അധികാരത്തിൽ തിരികെ പിടിക്കാൻ വിശ്വാസികളായ നിങ്ങൾക്ക് അവകാശവുമുണ്ട്, ഉത്തരവാദിത്വവുമുണ്ട്. ഇത് വെറുതെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിലപിച്ചിരിക്കാനുള്ള സമയമല്ല, മറിച്ച് ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനം ഉപയോഗിച്ച് വിശ്വാസത്തോടെ അവകാശവാദം ഉന്നയിച്ച് ശത്രുവിനെതിരെ നിലയുറപ്പിച്ച് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, അല്ലെങ്കിൽ ചിലർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അല്ല, അത് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ പോരാട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയാണ്. എന്നാൽ ഏറ്റവും വലിയ സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചാൽ, ഈ പോരാട്ടത്തിൽ നമ്മൾ തനിച്ചല്ല, നമ്മൾ നിസ്സഹായരുമല്ല എന്നതാണ്. റോമർ 8:37 പറയുന്നത് പോലെ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നമ്മൾ വെറും ജയിക്കുന്നവരല്ല, പൂർണ്ണജയം പ്രാപിക്കുന്നവർ, അതായത് അതിജയാളികൾ, മോർ ദാൻ കോങ്കറേഴ്സ്. കൃത്യമായി പറഞ്ഞു. യുദ്ധം യഥാർത്ഥത്തിൽ അത് ഗോൽഗോഥയിലെ ക്രൂശിൽ ജയിച്ചു കഴിഞ്ഞു. ക്രിസ്തു സമ്പൂർണ്ണ വിജയം നേടി. സാത്താന്റെ അധികാരം തകർക്കപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നു? സാഹചര്യങ്ങളുടെ ഒരു ഇരയായിട്ട് ശത്രുവിന്റെ നുണകളിലും ഭീഷണികളിലും വിശ്വസിച്ച് അവൻ മോഷ്ടിച്ചതും നശിപ്പിച്ചതും ഓർത്ത് നിരാശപ്പെട്ട് ജീവിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? അതോ ക്രിസ്തു നിങ്ങൾക്കായി നേടിയെടുത്ത ആ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന, അവൻ നൽകിയ അധികാരത്തിൽ ധൈര്യത്തോടെ ചുവടുവെക്കുന്ന, സർവായുധവർഗം ധരിച്ച ഒരു ജയാളിയായിട്ടാണോ ജീവിക്കാൻ പോകുന്നത്? ശരി. അറിവില്ലായ്മയിൽ ജീവിക്കാതെ ആത്മീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് ക്രിയാത്മകമായി ജീവിക്കുക. അതാണ് ഈ പഠനങ്ങൾ നൽകുന്ന ആഹ്വാനം. ശത്രുവിന്റെ ആ ബ്ലഫ് ഉണ്ടല്ലോ, അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്ന് ചിന്തിക്കാനായി ഒരു ചോദ്യം തരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശത്രു മോഷ്ടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം, ഒരു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയ സമാധാനമാകാം, കെട്ടുപോയ ഒരു ബന്ധമാകാം, കുറഞ്ഞുപോയ ആരോഗ്യമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്തോ ആകട്ടെ, അത് തിരിച്ചു പിടിക്കാൻ എഫേസ്യർ 6 പറയുന്ന ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ഫലപ്രദമായി, വളരെ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയും? നല്ല ചോദ്യം. നിങ്ങളുടെ ആ പ്രത്യേക സാഹചര്യത്തിനെതിരെ ദൈവത്തിൻ്റെ ഏത് വാഗ്ദാനമാണ് നിങ്ങൾക്കൊരു വാളായി ഉപയോഗിക്കാൻ കഴിയുക? ഇതിനെക്കുറിച്ചൊന്ന് ഗൗരവമായി ചിന്തിച്ചു നോക്കൂ. കാരണം നിങ്ങളുടെ കയ്യിൽ അധികാരവുമുണ്ട്, ആയുധവുമുണ്ട്.